wipe your tears, take a breath. Lay your head on my chest. Let me hold you through the night. Yeah, the world can bring us down, but I still believe somehow it's all gonna be alright. Come what may, the highs, the lows. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation, hand in hand, on our knees, nothing between us, you, me, and Jesus. Oh, we'll have a few fights, Who's wrong and who's right, but I want you to know, at the end of the day, I'm always here to stay. No, you'll never be alone. Well, this life will be hard, but you and me won't. When the waters rise and we face the fire, we'll rest in our foundation. ഞങ്ങളുടെ കുടുംബത്തിൽ രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ സ്വീകരിക്കുകയും സകലങ്ങളെല്ലാം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആരെങ്കിലും അങ്ങേ നിർവഹിക്കണയായ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഉള്ളവരെയും സമൃദ്ധമായി നീക്കണമേ. ഞങ്ങളുടെ നിത്യവായത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വിധത്തിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ. സ്വർഗ്ഗത്തിലെ കടാണ്ടിരിക്കുവാൻ ഞങ്ങളെല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ ഉദരവും മായോസവിതാവും ഞങ്ങളുടെ പ്രതീക്ഷയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ ചെയ്യട്ടെ. ഈശോയുടെ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസയില്ലാതെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിതാവേ, എന്റെ നാമേ അങ്ങ് രാജ്യമേ ഞങ്ങളുടെ പോലെ ഉണ്ണിയാമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ ഞാൻ സ്വസ്തികർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങനെ ഒരുപരമായി ഈശോ അനുഗ്രഹം. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. യോഗ്യമായ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ പ്രാർത്ഥിക്കുക. സ്നേഹനാഥേ, മാനസങ്ങൾ ആയിരമായിരങ്ങൾ കണ്ണീരിൻ താഴ്വരയിൽ നിന്നിത കേടും നമ്മെ കേൾക്കണേ. രോദനങ്ങൾ നൽകണേ, നൽവരങ്ങൾ ദിവ്യസൂനുവിങ്കൽ
ചേർക്കണേ മക്കളെ നീ. There's no way to tell your worth. I could sail the distant sea, still be lonely. And God said it's not good for man to be alone. And I believe that you're my one and only. So come with me. You'll see when the sun is shining, we climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one. The seasons come and go, but my love for you does flow. And by the grace of God, who gave His life to you, I give my own. I give my own. When the sun is shining, we climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. When the sun is shining, I climb the mountain. When the leaves are falling, I'm falling for you. When the winter comes, I'll keep you warm. I'll carry you through a springtime love. I'll carry you through a springtime love. When our lives begun, when we became one. Through all the seasons life shall bring us, our love grows deeper, our roots run wild, and nothing shall be able to separate us from the love of God. Our love is an evergreen. Our love grows deeper, our roots run wild, and nothing shall be able to separate us from the love of God. When the sun is shining, when the leaves are falling, when the winter comes. ബഹുമാനപ്പെട്ട വൈദികരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഷെറിൻ, ജസ്ലിൻ, നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ളൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ തിരുക്കർമ്മങ്ങളിലേക്ക്, ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവാഹമെന്ന കൂദാശ
അതിൻ്റെ അർത്ഥവും ലക്ഷ്യവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും നല്ല മനോഭാവത്തിലുമെല്ലാം വളരുവാൻ ഷെറിനെയും ജസലിനെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതാവസാനം വരെ ഇന്ന് ചൊല്ലുന്ന പ്രതിജ്ഞ അത് അർത്ഥമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ സർവേശ്വരൻ ഇവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുകൂടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ദേവാലയത്തിൽ അതിൻ്റെ പവിത്രതയും വിശുദ്ധിയുമെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം നമുക്ക് ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അനുരഞ്ജിതരായി തീർന്നിടാൻ നവമൊരു പീഠമൊരുക്കിടാൻ ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാൻ ഒന്നാം പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാൻ ഒരുമയോടി ബലി അർപ്പിക്കാം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ.
ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പുത്രി, ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. രാജപുത്രിയുടെ അഴകെല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നു പൊതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും അവിടുത്തെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞുകിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. ജീവിതത്തിന്റെ ഓരോ ദിവസവും കർത്താവിൽ നിന്ന് എന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തൻ്റെ സ്നേഹം മൂലം നിന്നെ തൻ്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മെശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരി പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ച് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വിവാഹമെന്ന കുദാശ വഴി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഈ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുകയാണ്. വിവാഹത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ തന്നെ ഷെറിനോട് ഞാൻ ചോദിച്ചിരുന്നു, ഏകദേശം എത്ര അച്ഛന്മാരുണ്ടാവും, 50 പേരെങ്കിലും ഉണ്ടാവുമോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ എന്നോട് ഷെറിൻ പറഞ്ഞു, ഇല്ല അച്ഛ, 7 പേര് മാത്രമേ ഉള്ളൂ, തീരെ അടുത്തും വേണ്ടപ്പെട്ടവരും മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ വന്നപ്പോൾ ഞാൻ അച്ഛന്മാരോടെല്ലാം
ഓരോരുത്തരെന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടയിൽ റോമൻസ് ഉണ്ട്, ഭാവിയിൽ ജർമ്മൻസ് ഉണ്ട്, ടോണിയച്ചനൊക്കെ ഉണ്ട്. എന്നാലും അച്ഛന്മാർ പറയുന്നത് ഷെറിന് ലോക്കൽസ് മതിയെന്നാണ്. അത് ലോക്കൽസ് ആയതുകൊണ്ടല്ല, ടോണിയച്ചൻ എപ്പോഴും ഞാനിവിടെ ഒരു ഡീക്കനായിരിക്കുമ്പോഴും പ്രസംഗം പറയാൻ ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും നോ പറയാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഷെറിൻ ഇടുക്കിയിൽ നിന്നും ഗോൾഡ് കൊണ്ടുവന്നു എന്നാണ് പറയുക. മറിച്ച് നമുക്ക് പറയാം, ഏറ്റവും കൂടുതൽ സ്വർണം ഒരു തരത്തിൽ ആഭരണമാക്കി മാറ്റുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് സ്വർണം ഇടുക്കിയിലേക്ക് അടിച്ചുകൊണ്ട് പോകുന്നുവെന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് ഇന്ന് ഇവർ പ്രവേശിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകൾ നമ്മൾ ഓർക്കണം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, കൃപ ലഭിച്ചവർ മാത്രമാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ എത്തി ഇടവാംഗമായ ഡാനിയെ കണ്ടപ്പോൾ മുൻ വികാരിയായ ടോണിയച്ചൻ പറഞ്ഞു, ഇനി നിൻ്റെ വിവാഹം കൂടിയാണ് നടക്കാനുള്ളത്. ഇന്ന് ഇവർ രണ്ടുപേരും ഈ വിവാഹവേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ വാക്കുകളാണ് ഇതിനാധാരമായിട്ട് നിൽക്കുക. ദൈവസന്നിധിയിൽ നിങ്ങൾ കൃപ കണ്ടെത്തിയിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിലും പരിശുദ്ധ അമ്മയോടാണ് ദൂതൻ പറയുന്നത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇന്ന് ഈ വിവാഹ ദിനത്തിൽ ഈ ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളോടും ദൂതന് പറയാനുള്ളത് ഇതാണ്, ദൈവകൃപ നിറഞ്ഞവരെ സ്വസ്തി, കർത്താവ് നിങ്ങളോടുകൂടെ. ഇവിടെ ഒരു വെല്ലുവിളി കൂടി നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ച ഈ കൃപ, ഗ്രേസ്, അത് ജീവിതകാലം മുഴുവൻ കൊണ്ടുപോവുക എന്ന് പറയുക അതൊരു വെല്ലുവിളിയാണ്. ഇന്ന് നിങ്ങൾ കുമ്പസാരിച്ച് വളരെ ആഗ്രഹത്തോടെയും ഒരുക്കത്തോടെയും ഒക്കെ ഈ വിവാഹവേദിയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾക്ക് ജപമാലകൾ വെഞ്ചരിച്ച് നൽകും പ്രാർത്ഥിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും എത്ര കാലം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രാർത്ഥനയിൽ ഈ ജപമാലയുണ്ടോ അത്രയും കാലം ഈ കൃപ നഷ്ടപ്പെടാതെ ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ വീഞ്ഞിൻ്റെ സന്തോഷത്തിൻ്റെ അളവ് കുറയുമ്പോഴൊക്കെ ജപമാലയുടെ എണ്ണം കൂട്ടുക, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടായിരിക്കും. വീണ്ടും വചനഭാഗത്തിലൂടെ തന്നെ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് കാനായിലെ വിരുന്നിനെ വ്യത്യസ്തമാക്കിയത്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ആലോചിക്കുകയാണ്, വേലൂര് ലിസ്യു കോളേജിൽ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് വരുമ്പോഴാണ് ഷെറിനെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ അമ്മ നല്ലൊരു പ്രായത്തിൽ തന്നെ വിധവയായെങ്കിലും നിങ്ങളെ 3 പേരെയും നല്ല രീതിയിൽ പഠിപ്പിച്ച് സഭാപരമായിട്ടും മതബോധനപരമായിട്ടും ദേവാലയത്തോട് അടുത്ത് നിൽക്കുവാനായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു. എനിക്കറിയാം, എപ്പോഴും ഓടി വരുന്ന ഒരു സാന്നിധ്യമായിരുന്നു നിങ്ങൾ ഈ ദേവാലയത്തിലേക്ക്. അതും നിങ്ങളുടെ മുന്നിൽ ഒരു വെല്ലുവിളിയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ 2 ഭവനത്തിൽ നിന്നും പഠിപ്പിച്ചതുപോലെ തന്നെ സഭയോടും സഭാസമൂഹത്തോടും ദേവാലയത്തോടും ചേർന്ന് നിൽക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുക. ഒരുപക്ഷെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ സക്രിയമായി ഓർക്കുക, ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജനം മൊത്തം ദേവാലയത്തിന് പുറത്തു നിന്നപ്പോഴും അദ്ദേഹം സക്രിയ ചെയ്തൊരു കാര്യമുണ്ട്, അവൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ദേവാലയത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തെക്കുറിച്ചാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഈ ഭൂമിയേക്കാൾ സ്വർഗത്തിന് അനുയോജ്യരായ ഒരു പിതാവിനെയും മാതാവിനെയുമാണ് നല്ല ദൈവം എനിക്ക് നൽകിയത് എന്ന്. നിങ്ങളുടെ വിവാഹക്കത്തിൽ ഒരു വിമാനത്തിൻ്റെ ടിക്കറ്റ് പോലെയാണ് നിങ്ങളത് ഡിസൈൻ ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകട്ടെ. പക്ഷെ ഞാൻ പറയുന്നു, ഭാവിയിൽ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെക്കുറിച്ച് ഇപ്രകാരം പറയുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്, ഈ ഭൂമിയേക്കാൾ സ്വർഗത്തിന് അനുയോജ്യരാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന് പറയാൻ കാരണം എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കിയാണ് ഞാനൊരു വിശുദ്ധൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന്
കണ്ട് പഠിച്ചത് എന്ന്. വീണ്ടും തൻ്റെ അമ്മയെക്കുറിച്ചുള്ള അനുഭവത്തിൽ അവൾ പറയുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും അവധിക്കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ വിരുന്നിന് പോകും. ഒരു ദിവസം അവൾ അമ്മായിയുടെ വീട്ടിൽ വിരുന്നിന് പോയി സന്ധ്യാസമയം പ്രാർത്ഥനയായപ്പോൾ ചെന്ന് ചോദിക്കുകയാണ്, അമ്മായി നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ ഈ അമ്മായി മറുപടി പറയാണ്, മോളെ എനിക്ക് കുറച്ചും കൂടി പണി അടുക്കളയിലുണ്ട്, നീ പോയി പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇത് എഴുതി വെച്ചിട്ട് അവൾ ആത്മകഥയിൽ എഴുതുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നു. ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവൾ പറയുക, ഈ ഭൂമിയേക്കാൾ സ്വർഗത്തിന് അനുയോജ്യരായ ഒരു പിതാവിനെയും മാതാവിനെയുമാണ് നല്ല ദൈവം എനിക്ക് നൽകിയതെന്ന്. നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കളെക്കുറിച്ച് ഇത് തന്നെ പറയുവാനായിട്ട് സാധിക്കും. ഭാവിയിൽ നിങ്ങൾ വിദേശത്ത് പോകാം, സ്വദേശത്തായിരിക്കാം, സാമ്പത്തിക സ്ഥിതിയിൽ നല്ല നിലയിലായിരിക്കാം. ഞങ്ങളെല്ലാവരും പറഞ്ഞു കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷെറിൻ നല്ലൊരു പിതാവായിരുന്നു, മക്കളെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷെറിൻ്റെ വധുവിനെക്കുറിച്ചും കേൾക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, എൻ്റെ മക്കളോടൊപ്പം പ്രാർത്ഥിച്ചിരുന്ന ഒരമ്മയാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്ന. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കുറവുകളും പോരായ്മകളും ഉണ്ടാവും. ഇന്നത്തെ ദിനപത്രത്തിൻ്റെ 3 പ്രധാനപ്പെട്ട വാർത്തകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ ഈ കാലഘട്ടത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ മർദ്ദിച്ചു കൊന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെൻഡ് ഓഫിൻ്റെ സമയത്ത് കഞ്ചാവ് ഉപയോഗിച്ചതിൽ പോലീസ് കേസെടുത്തു. വീണ്ടും 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ സെൻഡ് ഓഫിൻ്റെ സമയത്ത് ഡാൻസ് കളിച്ച് കൂകിയതിന് അടിയുണ്ടായി. ഇന്ന് നിങ്ങൾ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലും ഒരു വെല്ലുവിളിയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മുന്നിൽ മക്കളെ എപ്രകാരം വളർത്തണമെന്നുള്ളത്. ഒന്ന്, നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് ലഭിക്കുന്ന മക്കളെ മുഴുവൻ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കണം. 2, ഈ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് അവരെ വളർത്തുക എന്നുള്ളതും നിങ്ങളുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളിയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മാതാപിതാക്കളും അത് ചിന്തിക്കേണ്ടതാണ്. നമ്മൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നൽകുക എന്നതിനേക്കാൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ആയിരിക്കുമ്പോൾ അവർക്ക് സാധ്യമായ മതബോധന പഠനം നൽകുക, മതബോധം നൽകുക, സാമൂഹ്യമായിട്ടുള്ള ബോധം നൽകുക. ഞാനിത് പറയാൻ കാരണം, ഈ തങ്ങാലൂരായിരിക്കുമ്പോൾ ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ദേവാലയത്തിലേക്ക് എപ്പോഴും ആൾക്കാർ ഓടിക്കയറുമായിരുന്നു. ഷെബിനാണേലും ഷെറിനാണേലും നിങ്ങളെല്ലാവരും, ഡാനിയാണെങ്കിൽ ഈ ചുറ്റിലുള്ള എല്ലാവരും ഒരു ബെല്ലടിച്ചാൽ ഇവിടെ എത്താവുന്നൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെയൊക്കെ ജീവിതത്തിലും ഇത് വായിക്കുന്നുണ്ട്. അവളുടെ ഗ്രാൻഡ് പേരൻറ്റ് അദ്ദേഹം പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്തതിന് ശേഷം ദേവാലയത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത് അവരുടെ വീട് വാങ്ങുകയാണ്. ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവിടുത്തെ പ്രാർത്ഥന എൻ്റെ മക്കളും കൊച്ചുമക്കളും കേൾക്കണമെന്ന്, ആ ഒരു ദേവാലയത്തിൻ്റെ തണലിൽ ജീവിക്കണമെന്ന്. നിങ്ങൾ ഇവിടെ ദേവാലയത്തിന് ഏറ്റവും അടുത്താണ് വീടുള്ളത്. അപ്പോൾ ഈ ദേവാലയത്തിൻ്റെ തണലിൽ ജീവിച്ചുകൊണ്ട് മക്കളെ നല്ല നിലയിൽ വളർത്തുവാനും അത് സ്വീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. സക്കറിയ എലിസബത്തിൻ്റെ ജീവിതം തന്നെ പറയുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്, സ്നേഹമാണ് മക്കളെന്ന. അവസാനമായി ഞങ്ങൾ ഇന്നിവിടെ അച്ഛന്മാരുടെ സാന്നിധ്യമുണ്ട്, ഒത്തിരിയേറെ വൈദികരുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. അതോടൊപ്പം ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നവർക്കും ഒരു കടമയുണ്ട്. ഈ സമാപന ആശീർവാദത്തിൽ പറയും, ആവശ്യ സമയത്ത് നല്ല സുഹൃത്തുക്കളെ നൽകി നല്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളുമാണ് ഇന്ന് ഈ തിരുക്രമങ്ങളിൽ പങ്കെടുത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആവശ്യ സമയത്ത് നല്ല സുഹൃത്തുക്കളാകുവാൻ, നല്ല അയൽക്കാരാകുവാൻ പ്രാർത്ഥന വഴി, പ്രവർത്തനം വഴി ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി 2 പേർക്കും ഈ സുദിനത്തിൻ്റെ എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. വിവാഹമെന്ന കൂദാശ വഴി ജീവിതകാലം മുഴുവൻ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും
അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളേവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരി, ഈ വധുവരന്മാർ വിവാഹമെന്ന കൂദാശയാൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഹിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിവാഹ ഉടമ്പടിയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണേ. ഷെറിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ജസിലിനെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവ. ജസിലിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി ഷെറിനെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവ. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തുകരം ചേർത്ത് പിടിക്കുവിൻ. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം വഹിക്കുവാനും നിൻ്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. മോതിരം വെഞ്ചിരിപ്പ്. കർത്താവാ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചിരിപ്പ്. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ആമേൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. യോസേപ്പ് പിതാവും കന്യാംബികയും
ഓമൻ സുതനാമീശോയും കുടുംബമാം യാഗവേദി ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ പ്രതിജ്ഞ ഏറ്റുചൊല്ലണേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലകുണിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയെ സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഓനാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും മേരി മാതാവിനെയും ഔസേപ്പിനെയും സാധനമൂർത്തിയിടാം പാവനമീ ബലി. ആദിയിലെ പോലെന്നേക്കും ആമേനാമേൻ. സുതരുടെ പ്രേഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായിയും അൽഫോൻസാമിയും അന്തോനീസിനെയും നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്താനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ
കൃപകൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമാ ത്രിത്വത്തെ മോദാ നിത്യം സ്ഥലത്തിൻ്റെ നാഥനായ ദൈവം തിരുസ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശ്രദ്ധരാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേശനായ സർവേശ്വര നിലവനായ ദൈവമേ, കൃപാപൂർണായ പിതാവേ, ഇങ്ങയുടെ കാരുണ്യവും സ്നേഹവും ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭത്തിന് വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യം നിങ്ങളെ കുടുംബങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനെ ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്ക് സ്തുതി. ആമേൻ. കല്യാണ നാളി കൽഭരണിയിലെ കല്യാണ നാളി കൽഭരണിയിലെ വിസ്മയത്തിൽ മുഴുകി ലോകരിന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന് കാട്ടി കാനായിലെ കല്യാണ നാളി കൽഭരണിയിലെ കാലികൾ മേയും പുൽത്തൊഴുത്തി മർത്യനായി ജന്മമേകീശൻ കാലികൾ മേയും പുൽത്തൊഴുത്തി മർത്യനായി ജന്മമേകീശൻ മെഴുതിരി നാണം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും ആഹാ ഞാനെത്ര ഭാഗ്യവാൻ ആഹാ ഞാനെത്ര ഭാഗ്യവാൻ യേശു എൻ ജീവനെ കാനായിലെ കല്യാണ നാളി കാനായിലെ കല്യാണ നാളി വിസ്മയത്തിൽ മുഴുകി ലോകരിന്ന് വിസ്മൃതിയെ തുടരും ലോകമിന്ന് കാട്ടി കൃപയും വർദ്ധിപ്പിക്കും.
വർദ്ധിപ്പിക്കണമേ. നീ മോഹത്തിന്റെ പ്രത്യക്ഷ ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ. നിന്റെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ വംശത്തിൽ നൽകിയ കൃപയെക്കുറിച്ച് ഓശാന പാടി ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ കാണിച്ചു കാരുണ്യം വലുതാകുന്നു. മർത്തരായി ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു. ദയമായി നിനക്ക് കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരും യോഗ്യരാക്കട്ടെ. നാഥനായി നിന്നെ എല്ലാ സമയവും ഞങ്ങൾ പ്രകീർത്തിക്കുകയും ചെയ്യട്ടെ. ആമേൻ. പരശുരാമൻ്റെ കൃപത്താൽ ശ്രുത്യനും പരിശുദ്ധവും ജീവിതവും ദൈവവുമായ ഇരുസ്ഥലം സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃപയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിൻ്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിൻ്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും കർത്താവേ ആശീർവദിക്കണമേ. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും തിരുക്കുടുംബത്തിൻ്റെ നായകനായ മാർ യോസേഫിൻ്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേൻ. മുദ്രിതരായി നിങ്ങൾ സർവവിപത്തും അകന്നിനി സംരക്ഷ പുൽകുമാ ആകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന് ബലിപീഠമേ സ്വസ്തി.
ദൂതരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും ശ്രാപ്പി വൃന്ദവും സ്വർഗ സംഗീതം മീട്ടുന്നു സൈന്യാധീശനായിടും ദൈവം സംശുദ്ധൻ 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 നിത്യം സംശുദ്ധൻ സംശുദ്ധൻ പ്രഭപൂരിതൻ താത നിത്യനാഗസൂരോ പവനാത്മത്രിയേക ദൈവമേ സ്തോത്രമെന്നു എന്നേക്കുമേ ലോകമാകവേ പാവനം സഭ കീർത്തിക്കും നങ്ങി സാദരം കീർത്തിക്കും നങ്ങി സാദരം ഗ്രഹം നൽകണേ ആശ്രയിച്ചിവർ തീവ്രമായി എങ്ങും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിലാശ സർവ്വവും ലേശം ലജ്ജിക്കയില്ല ഞാൻ ലേശം ലജ്ജിക്കയില്ല സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി ആശീർവദിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. We could leave the Christmas lights up till January. This is our place, we make the rules. And there's a dazzling haze, a mysterious way about you, dear. Have I known you 20 seconds or 20 years? Can I go where you go? Can we always be this close forever and ever
lover. We could let our friends crash in the living room. This is our place, we make the call. And I'm highly suspicious that everyone who sees you wants you. I've loved you 3 summers now, honey, but I want 'em all. Can I go where you go? Can we always be this close forever and ever? Take me out and take me home forever and ever. You're my lover. Ladies and gentlemen, will you please stand? With every guitar string scar on my hand, I take this magnetic force of a man to be my lover. My heart's been borrowed and yours has been blue. All's well that ends well to end up with you. Swear to be over dramatic and true to my lover. And you'll say all your dirtiest jokes for me. And at every table I'll save you a seat, lover. Can I go where you go? Can we always be this close forever and ever? Take me out and take me home forever and ever. You're my oh, you're my darling, you're my lover. Ladies and gentlemen, will you please stand? With every guitar string scar on my hand, I take this magnetic force of a man to be my lover. My heart's been borrowed and yours has been blue. All's well that ends well to end up with you. Swear to be over dramatic and true to my lover. And you'll say all your dirtiest jokes for me. And at every table I'll save you a seat. നമ്മളിവിടെ ചെറുക്കനും പെണ്ണും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. The God said to it not good for men alone, it will make a helper suitable for him. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. Once again, good afternoon all. Welcome to the big day celebration for Mrs. Shirin Chacko and Mrs. Jesling Sherry. Today called grand celebration, and it is my pleasure to introduce your very first time, Mr. Shirin Chacko and Mrs. Jesling Sherry, newly married couple. So without any formalities, let's give a warmest welcome newly married couple, welcoming Shirin and Mrs. Shirin. Welcome to the stage. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നല്ല കയ്യോടുകൂടി തന്നെ നമുക്കൊരു വെൽക്കം ചെയ്യാം. ഇവരുടെ സ്വർഗീയ വിവാഹ ആഘോഷത്തിന് വേദി ഒരുക്കിയിരിക്കുകയാണ് നമ്മളിവിടെ. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഇവർക്ക് രണ്ടുപേർക്കും ഹൃദയം നേർന്ന വിവാഹാശംസകൾ നേരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നു, മനുഷ്യരിൽ നിന്നെടുത്ത വാരിയൽ കൊണ്ട് അവിടുന്ന് അവൻ്റെ സ്ത്രീക്ക് രൂപം കൊടുത്തു, അവളെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുമായ നാരിയൽ എന്ന് വിളിക്കപ്പെടും. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവരൊറ്റ ശരീരമായി തീരും. ഇന്ന് ഇവരുടെ ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് ഇവിടെ നിൽക്കുന്നത്.
അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്? ഇപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡായ മൊമെൻറ്റിലാണ് നിൽക്കണേ. അപ്പോൾ വിവാഹം എന്ന് പറയുമ്പോൾ ഒരു പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഒരുപാട് നാളത്തെ ഒരുക്കങ്ങൾക്കും ഇതിനൊക്കെ ശേഷമാണ് ഈ ഒരു മൊമെൻറ്റിൽ നിൽക്കണത്. അപ്പോൾ ഒരു എന്തെങ്കിലും 2 വാക്ക്. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൂമെൻ്റാണെന്ന് തോന്നുന്നു ഇത്. ഇതുപോലെ തന്നെ സ്നേഹത്തിലും നിങ്ങളെല്ലാവരും സഹകരണത്തിലും തുടർന്ന് മുന്നോട്ട് പോകാൻ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഈ നിമിഷം ഞങ്ങൾ 2 പേരെ ഇവിടെ ആക്കിയത്. പിന്നെ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതിന് കാരണം ഇന്ന് ചിലപ്പോൾ ഈ ഇരിക്കുന്ന ഈ വളരെ ചുരുക്കമായ ആൾക്കാരായിരിക്കും പ്രിയപ്പെട്ടവർ. ഇവരെല്ലാവരും തന്നെ നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും നന്ദി പറയുവാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ 2 പേരുടെ പേരിലും ഞങ്ങളുടെ വീട്ടുകാരുടെ പേരിലും നന്ദി പറയുന്നു. Marriage is the fusion of 2 hearts, harmony of 2 souls and union of 2 families. ഇവരിപ്പോൾ ഇവിടെ 2 പേരായിട്ടുള്ളൂ, ഫാമിലിയും കൂടെ ആയാലാണ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അതിനായിട്ട് മുന്നേയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരെ പേഴ്സണലി അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഇവരെ പറ്റിയൊന്ന് ഇൻട്രോ പറയാണ്. മിസ്സസ് ഷെറിൻ, സൺ ഓഫ് മിസ്റ്റർ ചാക്കോച്ചൻ ആൻഡ് മിസ്സസ് എൽസി ചാക്കോച്ചൻ. ഷെറിൻ വർക്ക് ചെയ്യുന്നത് ഏവിയേഷനിലാണ്, ഇൻഫോപാ കാക്കനാട് കൊച്ചിൻ. അതേപോലെ തന്നെ ജസ്ലിൻ, ഡോട്ടർ ഓഫ് മിസ്റ്റർ ജെയിംസ് ആൻഡ് മിനി ജെയിംസ്, വർക്ക് ചെയ്യുന്നത് ഏവിയേഷൻ ബാംഗ്ലൂർ അറ്റ് വിസ്താര. ഇനി നമുക്ക് ഇവരെ ഫാമിലി മെമ്പേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാം. ലെറ്റ്സ് ഇൻവൈറ്റ് ഷെറിൻ പാരൻസ്, മിസ്സസ് എൽസി ചാക്കോച്ചൻ. പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. Touch me and it's almost like we knew that there will be history between us two. We knew someday that we would have regrets, but we just ignored them the night we met. We just danced backwards into each other, trying to keep our feelings secretly covered. You touch me and it's almost like we knew that there will be history, but there's no way that it's not going there. With the way that we're looking at each other, there's no way that it's not going there. Every second with you I want another, but maybe we could hold on for 1 sec, so we could keep this tension in check. But there's no way that it's not going there. With the way that we're looking at each other, I wish I could make the time stop, so we could forget everything and everyone. I wish that the time would line up, so we could just give in to what we want. Cause when I got somebody, you don't, and when you got somebody, I don't. I wish that the time would line up, so we could just give in. But there's no way that it's not going there. With the way that we're looking at each other, there's no way that it's not going there. Every second with you I want another, but maybe we could hold off for 1 sec, so we could keep this tension in check. But there's no way that it's not going there. With the way that we're looking at each other, we just dance backwards into each other, trying to keep our feelings secretly covered. We just dance backwards into each other, trying to keep our feelings secretly covered. You touch me and it's almost like we knew that there would be history, but there's no way that it's not going there. With the way that we're looking at each other, there's no way that it's not going there. Every second with you I want another, but maybe we could hold on for 1 sec, so we could keep this tension in check. But there's no way that it's not going there. With the way that we're looking at each other, we just keep on dancing right into each other. We just keep on dancing right into each other. You hear me without a word, so much tenderness in your gaze. My heart beats when I see your face.
It won't be still, your love my saving grace. We fought so hard for our love to stay. It wasn't easy along the way, but we were strong, though the fight was long. And yes, we're tired, but we have no regrets at all. Our struggle brought us joy and light. Now we're together and it feels so right. Grateful for the years that shaped our fate. We love each other, and that love's innate. Though life may bring surprises and pain, we walk through it all again and again. No hardship, no sorrow can tear us apart. Together we're strong, with one beating heart. We fought so hard for our love to stay. It wasn't easy along the way, but we were strong, though the fight was long. And yes, we're tired, but we have no regrets at all. Waking up, I lift my eyes to the sky. Thankful I know you, you're the reason why. For the love that's stronger than ever before. For your eyes, warm, tender, I couldn't ask for more. For the love that's stronger than ever before. For your eyes, warm, tender, I couldn't ask for more. We fought so hard for our love to stay. It wasn't easy along the way, but we were strong, though the fight was long. And yes, we're tired, but we have no regrets at all. We fought so hard for our love to stay. It wasn't easy along the way, but we were strong, though the fight was long. And yes, we're tired, but we have no regrets at all. You are my sky, you are my love, you are my tenderness, your love is strong. You're like the dawn in springtime's hands, shining through all of my fears. When your eyes are filled with tears from sorrow, I'll hold you close and wrap you in love. For you, I'll be a solid wall, a steadfast mountain, an unshakable stone. I'll protect you because I love you deeply too. You are my joy, you are my life. Hold my hands gently with
your hand so light. With you I live, with you I breathe. How happy I am whenever I see you. Amen.